ഇപ്പോൾ കേരളത്തെ ഞെട്ടിച്ച ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞതായിട്ട് കോടതി അറിയിച്ചത്. പ്രതികൾക്കുള്ള ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും. വിധിക്ക് ശേഷം കൊല്ലപ്പെട്ട ഷാരോണിന്റെ വീട്ടിൽ വൈകാരിക രംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. വിധിയുടെ വിശദാംശങ്ങൾ അറിഞ്ഞ് അമ്മ പ്രിയ വാവിട്ട് കരഞ്ഞു. ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ടതിൽ നിരാശയുണ്ടെന്നും ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കുടുംബം പ്രതികരിച്ചു. അവളെ അമ്മയും കുറ്റക്കാരിയാണ്. അവളെ അമ്മയ്ക്കും ശിക്ഷ കൊടുക്കണമായിരുന്നു, വെറുതെ വിടരുതായിരുന്നു. എൻ്റെ പൊന്നുമോനെ ക്രൂരമായി കൊലപ്പെടുത്താൻ വേണ്ടി അവളും കൂട്ടുനിന്നതാണ്. അപ്പോൾ ആ സ്ത്രീക്കും ശിക്ഷ കൊടുക്കണമായിരുന്നു. ആ സ്ത്രീ ഒരു അമ്മയല്ലേ, ഞാനും ഒരു അമ്മയല്ലേ. ഞാൻ അനുഭവിക്കുന്ന വേദന എത്ര വലുതാണ്. അപ്പം അവളും അനുഭവിക്കണം, കുറച്ച് അവൾക്കും ശിക്ഷ കൊടുക്കണമായിരുന്നു. ചതിച്ച് കൊലപ്പെടുത്തി എൻ്റെ പൊന്നുമോന് അവൾക്ക് പരമാവധി ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണം. രണ്ടുപേരെയും കുറ്റക്കാരെന്ന് കണ്ടെത്തി. പക്ഷേ ഗ്രീഷ്മയുടെ അമ്മ ഇങ്ങനെ പോയപ്പോൾ ഞങ്ങൾക്ക് മാനസിക വിഷമം. അവളൊന്നും ഇങ്ങനെ ജീവിക്കാൻ സ്വന്തം ഒരു മകനെ കൊന്നിട്ട് ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ മകൾക്ക് വിഷം വാങ്ങിച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് അവർ ഇങ്ങനെ ഇപ്പോൾ ഒന്നുമില്ല, ഞാൻ ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് പോകും പോലെ ആയിപ്പോയി. അത് ഞങ്ങളെ കൊണ്ട് പറ്റുമെന്നുള്ള രീതിക്ക് ഞങ്ങൾ നോക്കും. നാളെ നല്ല ശിക്ഷാവധി കിട്ടുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. വിധിയിൽ തൃപ്തരാണെന്ന് പ്രോസിക്യൂഷൻ നേരത്തെ പറഞ്ഞു. ഈ വിധിയിൽ നമ്മൾ പൂർണ്ണ സംതൃപ്തരാണ്. അതായത് മറ്റ് ദൃക്സാക്ഷികളൊന്നുമില്ലാത്ത അവസരത്തിൽ പോലും കിട്ടിയ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുടെയും അതുപോലെ തന്നെ ചില സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. അതിനിടയ്ക്ക് ഇതിൻ്റെ അധികാരപരിധി തമിഴ്നാട്ടിലാണെന്നുള്ള വാദം പ്രതിഭാഗം ഉന്നയിച്ചെങ്കിലും അവർ സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിലും ആ വാദമൊക്കെ തള്ളുകയും നമുക്ക് അനുകൂലമായിട്ട് ഇവിടെ തന്നെ കേരള സംസ്ഥാനത്ത് തന്നെ ഇതിൻ്റെ ട്രയൽ നടത്തണം എന്നുള്ള വിധിയുണ്ടായി. അങ്ങനെയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻ ജഡ്ജ് മുമ്പാകെ ഈ കേസിൻ്റെ വിചാരണ ആരംഭിക്കുന്നത്. ഇതിലിപ്പം നമ്മൾ രണ്ടാം പ്രതിയെ വെറുതെ വിട്ടുവെങ്കിലും ആ വിധിന്യായം പഠിച്ചതിന് ശേഷം കൂടുതൽ പ്രതികരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ മൂന്നും പ്രതികൾക്ക് അവർ ചെയ്ത ശിക്ഷാ വകുപ്പുകൾ പ്രകാരമുള്ള മാക്സിമം ശിക്ഷ കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഒന്നാം പ്രതിക്ക് മാത്രമാണ് ചാർജ് ഈ കൊലപാതക കുറ്റത്തിന് കൊടുത്തിരുന്നത്. പിന്നെ ബാക്കി രണ്ടാം പ്രതിക്കും മൂന്നാം പ്രതിക്കും കൊടുത്തിരുന്നത് തെളിവ് നശിപ്പിക്കലിനും മാത്രമാണ്. അപ്പോൾ അതിൽ രണ്ടാം പ്രതി സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു. അത് തെളിവ് നശിപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എവിഡൻസിന്റെ അഭാവമാണ്. മൂന്നാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം തെളിവ് നശിപ്പിക്കലിന് കുറ്റക്കാരനാണെന്ന് കണ്ടു. അതേസമയം ഒന്നാം പ്രതി ഗ്രീഷ്മയെ തട്ടിക്കൊണ്ടുപോകലിനും അതുപോലെ വിഷം കൊടുത്ത് കൊലപാതകം നടത്തിയതിനും പിന്നെ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതും അന്വേഷണ വേളയിലും അല്ലാതെയും തെറ്റിദ്ധരിപ്പിച്ചതിനുമാണ് ഇപ്പോൾ കോടതി കുറ്റക്കാരി എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. നാളെ ഈ ശിക്ഷയിന്മേലുള്ള വാദം കേൾക്കുന്നതിന് വേണ്ടി വിചാരണ വച്ചിരിക്കുകയാണ്.